പൊന്നാനി നഗരസഭ കുടുംബശ്രീ CDS 1 നേതൃത്വത്തിൽ വനിതാ ദിനത്തിൽ പൊന്നാനി നഗരസഭയിലെ സംരംഭക മേഖലയിൽ ശാക്തീകരിക്കപ്പെട്ട വനിതകളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു. പൊന്നാനി നഗരസഭ കുടുംബശ്രീ CDS 1 നേതൃത്വത്തിൽ വനിതാ ദിനത്തിൽ പൊന്നാനി നഗരസഭ പരിധിയിലെ സംരംഭക മേഖലയിൽ ശാക്തീകരിക്കപ്പെട്ട വനിതകളെയും പൊന്നാനിയുടെ ശുചിത്വമാലാഖമാരായ ഹരിതകർമ്മസേനയെയും ആദരിച്ചു. പൊന്നാനി മാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. സവർണ ഭവനങ്ങളിൽ ഫ്യൂഡലിസത്തിന്റെ ഭാഗമായി ഭർത്താവ് മരിച്ചാൽ വെളിച്ചം കാണാതെ ഇരുട്ടുമുറിയിൽ കഴിയാൻ വിധിക്കപ്പെട്ടിരുന്നു സ്ത്രീകൾ. വിധവകൾക്ക് ജീവിതം ഉണ്ടായില്ല. ഭർത്താവ് മരിച്ചാൽ ഒന്നുകിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവളെ ബ്രഷ് കൽപ്പിക്കുക ചെയ്യുക, അല്ലേ? മാർത്തവിചാരത്തെ കുറിച്ച് കേട്ടില്ല ആരോട് പറയും, ഞാനതൊന്നും പറയുന്നില്ല. സ്ത്രീകളെ ബ്രഷ് കൽപ്പിക്കുക ചെയ്യുക. നമ്മുടെ ഇരത്തിനകത്ത് അതല്ലെങ്കിൽ നമ്മുടെ മനക്കകത്ത് ഇങ്ങനെ ഒരു സ്ത്രീ വേണ്ട, വിശ്വകരമാണ്. അവളെ പുറത്ത് ജോനകർക്ക് വിട്ടുകൊടുക്കുക. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ താഴ്ന്ന മതവിഭാഗ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വിട്ടുകൊടുക്കുക. അതാണ് പ്രശ്നം. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്. അതിന് മാറ്റം വന്നില്ലേ? VT ഭട്ടതിരിപ്പാട് നമ്മുടെ MP ഭട്ടതിരിപ്പാട് ബ്രാഞ്ച് അടുക്കളയിൽ നിന്നും അരങ്ങത്തെ ഓട് മനസ്സിലാവുന്നു. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കേരളത്തിൽ നടന്നിട്ടില്ല. EMS ഒക്കെ നമ്പൂതിരിപ്പാട് എന്നുള്ള നിലയ്ക്ക് ഒരു ഇല്ലത്ത്, സമ്പന്നമായിട്ടുള്ള ഒരു ഇല്ലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതും ഇല്ലങ്ങൾക്കകത്ത് സ്ത്രീകൾ ഇരുട്ടുമുറികളിൽ കഴിയേണ്ടി വരുന്ന, വയ്ക്കുക, വിളമ്പുക, പിന്നെ എന്താ സ്ത്രീകളുടെ നിർബന്ധം? വിറ്റിഭട്ടതിരിപ്പാടിന്റെ കണ്ണീരിങ്ങനെ അവർ പറയുന്നുണ്ട്, വയ്ക്കുക, വിളമ്പുക, പ്രസവിക്കുക. CDS ചെയർപേഴ്സൺ M ധന്യ അധ്യക്ഷയായ ചടങ്ങിന് CDS മെമ്പറായ ഫംസിയ സ്വാഗതം പറഞ്ഞു. കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രോഗ്രാം ഓഫീസറായ നിഷാദ് സി മുഖ്യാതിഥിയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല, നഗരസഭാ കൌൺസിലർമാരായ ശാലി പ്രദീപ്, റീന പ്രകാശൻ, മിനി ജയപ്രകാശ്, ഇക്ബാൽ, സുരേഷ്, നസീമ, രഞ്ജിനി, പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ രതിക, CDS മെമ്പർമാർ, അക്കൗണ്ടന്റ് എന്നിവർ ആശംസകൾ അറിയിച്ചു. യാഥാർത്ഥ്യങ്ങളിലും മുന്നിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളുണ്ട്. എന്താ പറയാ, ജീവിതം കൊടുത്ത കുറെ വേദനകൾക്ക് മുന്നിൽ പകച്ചു പോയിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് അവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു പൊള്ളുന്ന വേദനയിൽ നിന്നാണ് അത്തരത്തിലുള്ള സ്ത്രീകളെ ചേർത്ത് പിടിക്കണമെന്നും അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് മാനസിക പിന്തുണ കൊടുക്കണമെന്നും അത്തരത്തിലുള്ള സ്ത്രീകളെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അവർ ശാക്തീകരിക്കപ്പെടുന്നതിനുള്ള സാധ്യതകൾ സൃഷ്ടിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഘടന വേണം എന്നുള്ള ഒരു തോന്നൽ വരുന്നത് അത്തരം സ്ത്രീകളിലൂടെ കടന്നുപോയപ്പോഴാണ്. CDS മെമ്പർ സൗമ്യ നന്ദിയും പറഞ്ഞു. പൊന്നാനി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.